തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ഭരണഘടനാ സാധുതയിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികളിൽ വിധി പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴിയാക്കിയ നിയമ ഭേദഗതിയാണ് സുപ്രീം കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായത്. ബോണ്ടുകൾക്ക് അംഗീകാരം നൽകിയ 2017 നിയമഭേദഗതി ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ വിധി. ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികളിൽ വിധി പറയുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായ്, ജബി പാർഡിവാല, മനോജ് മിശ്ര എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴിയാക്കിയ കേന്ദ്ര സർക്കാരിന്റെ 2017 സാമ്പത്തിക നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പ്രധാന വാദം. ഭേദഗതി നിയമം സാമ്പത്തിക നിയമമായി പരിഗണിച്ചത് നിയമവിരുദ്ധമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് ശേഖരണത്തിന് സുതാര്യതയില്ല. ഫണ്ട് നൽകുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ലെന്ന നിയമം നിയമവിരുദ്ധമാണ്. ഇത് വോട്ടർമാരുടെ അറിയാനുള്ള അവകാശം ഹനിക്കുന്നുവെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. ശരിയായ മാർഗത്തിലൂടെ ഫണ്ട് ശേഖരണം ഉറപ്പാക്കാനാണ് നിയമ ഭേദഗതിയെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ഫണ്ട് നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. ദാതാക്കളുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ മാത്രം അറിഞ്ഞാൽ മതിയോ, പ്രതിപക്ഷം അറിയേണ്ടതില്ലേ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ വിവരങ്ങൾ വാദത്തിനിടെ സുപ്രീം കോടതി തേടിയിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച വിവരങ്ങൾ സുപ്രീം കോടതിക്ക് നൽകിയിട്ടുണ്ട്. സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ SBIക്ക് നിർദ്ദേശം നൽകുന്നില്ല. എന്നാൽ സംഭാവന നൽകിയവരുടെ എണ്ണത്തെക്കുറിച്ച് അറിയണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡിന്റെ പരാമർശം. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്, CPIM, കോൺഗ്രസ് നേതാവ് ജയ താക്കൂർ എന്നിവരാണ് ഹർജിക്കാർ. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.